ഹലോ എവരി വൺ. അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വന്നിരിക്കുകയാണ്. ഓണത്തിന് എത്ര ആഘോഷങ്ങളുണ്ടെങ്കിലും സദ്യ തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ്. ഓണസദ്യയിലെ എന്റെ ഫേവറേറ്റ് ഐറ്റം പായസമാണ്. അതുകൊണ്ട് ഇന്ന് ഒരു വെറൈറ്റി പായസമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത്. എ ജാക്ക് ഓഫ് ഓൾ ടേസ്റ്റ് ചക്ക പായസം. അതിനുവേണ്ടി നമ്മൾ നല്ല ഫ്രഷ് ചക്ക തന്നെ വെട്ടാൻ പോവുകയാണ് കേട്ടോ. ചക്ക വളരെ പോഷകഗുണമുള്ള ഒരു ആഹാരമാണ്. പിന്നെ ഇതിന്റെ എല്ലാ പാർട്സും കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റിയായ പല ഡിഷസും ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ജാക്ക് ഓഫ് ഓൾ ടേസ്റ്റ്. നമ്മുടെ ചക്കപ്പഴം റെഡി ആയി കഴിഞ്ഞു. ഇനി പായസത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനുവേണ്ടി ചോപ്പ് ചെയ്ത് വെച്ച ചക്കപ്പഴം 1 കപ്പ്, ശർക്കര പൊടിച്ചത് 1 കപ്പ്, 10-12 കാഷ്യൂനട്ട്, 8-10 റൈസിൻസ്, 2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ചുക്കുപൊടി, പിന്നെ 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 2-3 ടീസ്പൂൺ നെയ്യ്, 1 ക്യാൻ കോക്കനട്ട് മിൽക്ക്, 1 പിഞ്ച് സോൾട്ട്. ഇത്രയുമാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇനി ചൂടായ പാനിലേക്ക് നെയ്യ് ഒഴിച്ച ശേഷം കാഷ്യൂനട്ടാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ റൈസിൻസ് ആഡ് ചെയ്യുക. അത് രണ്ടും കൂടെ നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മൂത്ത കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ കോരി മാറ്റി വെച്ച് അതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതും കോരി മാറ്റി വെക്കുകയാണ്. പിന്നീട് ആ നെയ്യിലേക്ക് തന്നെ ചോപ്പ് ചെയ്ത് വെച്ച ജാക്ക് ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളക്കിയ ശേഷം ഏകദേശം 1.5 കപ്പ് വെള്ളം ഒഴിച്ച് മൂടി ചെറിയ തീയിൽ ഒരു 10 മിനിറ്റോളം വേവിക്കാം. ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം. 1/2 കപ്പ് വെള്ളത്തിൽ ശർക്കര ഒന്ന് ലയിപ്പിച്ച് തിളച്ച് മെൽറ്റ് ചെയ്ത് ഒരു സിറപ്പാക്കി എടുക്കാം. ചക്കപ്പഴം ഏകദേശം വെള്ളമൊക്കെ വറ്റി വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് മാഷ് ചെയ്ത് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ശർക്കര സിറപ്പ് ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു ചെറിയ തീയിൽ ഏകദേശം ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഇപ്പോൾ ഇത് വെന്ത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കോക്കനട്ട് മിൽക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 5-8 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കണം. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലൊരു കൺസിസ്റ്റൻസി ഒക്കെ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ പായസം ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വേണ്ട ഫ്ലേവറിന് വേണ്ടിയ ഓപ്ഷണലാണ് ഏലക്കാപ്പൊടിയും ചുക്കും ജീരകപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റായിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 പിഞ്ച് സോൾട്ടും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പായസം അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ ജാക്ക് ഓഫ് ഓൾ ടേസ്റ്റ് പായസം ഈസ് റെഡി. നമ്മളിനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആണ്. നല്ല ചക്കപ്പഴത്തിന്റെയും തേങ്ങാപ്പാലിന്റെ എല്ലാം നെയ്യുടെ ഒക്കെ ഫ്ലേവർ അങ്ങ് നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഫ്രഷ് അല്ലെങ്കിലും ക്യാൻഡ് ജാക്ക് ഫ്രൂട്ട് കൊണ്ട് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. ഏവർക്കും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും നല്ലൊരു ഓണം ആശംസിക്കുന്നു.